ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, എനിക്ക് ശക്തി നൽകിയ യേശു ക്രിസ്തു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്നെണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുകയാണ്, എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് ഞാൻ വിശ്വസ്തൻ എന്ന് ദൈവം കണ്ടിട്ടാണ്. അവിടെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ ഇറങ്ങിയതല്ല, ദൈവം എന്നെ വിളിച്ച് ഇറക്കിയതാണ്. അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ പഴയ ചരിത്രത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഞാൻ ഇന്ന വ്യക്തിയായിരുന്നു, പക്ഷേ അവിശ്വാസ നിമിത്തമാകൊണ്ട് എനിക്ക് അവിടെ ഒരു കരുണ ലഭിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളെയൊക്കെ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചവരാണ്. എപ്പോൾ? അവിശ്വാസത്തിൽ നിന്നപ്പോൾ, വിശ്വാസം ഇല്ലാതിരുന്ന സമയത്ത്. വചനം പറയുന്നു, ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണ്. ഇങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നപ്പോൾ നമ്മെ ദൈവം വിളിച്ചു. വിളിച്ചതിന് ശേഷം അങ്ങനെ സഞ്ചരിക്കാനല്ല, ദൈവം വിശ്വസ്തൻ എന്നെണ്ണിയിട്ടാണ് വിളിച്ചത്. പ്രിയരെ, ഗനസരത്ത് തടാകത്തിന്റെ കരയിൽ വല കഴുകിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ ദൈവം വിളിച്ചത് ദൈവത്തിന് ഇഷ്ടം തോന്നിയിട്ട്, കരുണ തോന്നിയിട്ട്, വിശ്വസ്തൻ എന്നെണ്ണിയിട്ടാണ് വിളിച്ചത്. ഇതുപോലെയാണ് നമ്മയൊക്കെ ദൈവം വിളിച്ചിരിക്കുന്നത്. അത് നമ്മുടെ കഴിവ് കണ്ടിട്ടല്ല, നമ്മുടെ മിടുക്ക് കണ്ടിട്ടല്ല. ദൈവത്തിന് നമ്മളോടൊരു ഇഷ്ടം തോന്നി. അതാ ഇവിടെ പറയുന്നത്, അവിശ്വാസിയായിരുന്ന എന്നോട് ദൈവത്തിനൊരു കരുണ തോന്നി. വല കഴുകിക്കൊണ്ടിരുന്ന ശീമോനോട് ദൈവത്തിനൊരു കരുണ തോന്നി, ഒരു മനസ്സലിവ് തോന്നി. ആ കരുണ ക്രൂശിക്കപ്പെട്ടതിന് ശേഷവും കർത്താവിന് തോന്നി. അതുകൊണ്ടാണ് തിബെരിയാസ് കടൽക്കരയിൽ വെച്ച് പിന്നെയും ആ പത്രോസിനെ കണ്ട് വിളിച്ച വേലയ്ക്കായിട്ട് വേർതിരിച്ചത്. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമുക്ക് ഏൽപ്പിച്ച ഒരു ദൗത്യം വിശ്വസ്തനെന്ന് കണ്ടിട്ടാണെന്ന് ഓർമ്മയോടെ അത് മാത്രം ചിന്തിച്ച് ആ കർത്താവിനെ പ്രസാദിപ്പാൻ തക്കവണ്ണം പഴയ മനുഷ്യനെ കുഴിച്ചിട്ടതിനെ പിന്നെയും മാന്തിയെടുക്കാതെ വിശ്വസ്തയോടെ വേർപെട്ടവരായി സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.